ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തയിലേക്ക് പോകുന്നു. താനൂർ ബോട്ട് അപകടത്തിൽ മന്ത്രി അബ്ദുറഹ്മാനെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നു. ബോട്ടുടമയുമായി മന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് എം.കെ. മുനീർ പറഞ്ഞിരിക്കുന്നു. താനൂരിലെ 22 പേരുടെ മരണത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തതെന്നാണ് കെ.എം. ഷാജി ചോദിക്കുന്നത്. ബോട്ടുടമ നാസറിനെ അബ്ദുറഹ്മാനെ അറിയുമോ എന്നും ബോട്ട് രൂപമാറ്റം ചെയ്തത് അബ്ദുറഹ്മാനെ അറിയില്ലേ എന്നും ഷാജി ചോദിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി റിയാസ് കെ.എം.ആർ ചേരുന്നു. റിയാസ്, താനൂർ ബോട്ട് ദുരന്തത്തിൽ മന്ത്രി അബ്ദുറഹ്മാനെതിരെ മുസ്ലിം ലീഗ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ശക്തമായി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ബോട്ടുടമയുമായി മന്ത്രിക്ക് ബന്ധമുണ്ടെന്നുള്ള കാര്യമൊക്കെയാണ് എം.കെ. മുനീർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദ വിവരങ്ങൾ? ശ്രുതി, താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ കെ.എം. ഷാജി നേരത്തെ തന്നെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനോട് വളരെ പ്രകോപനപരമായാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ മറുപടി പറഞ്ഞിരുന്നത്. ഇതാണ് മുസ്ലിം ലീഗിനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ഇന്ന് അല്പം മുൻപ് എന്റെ തൊട്ടുപിറകിൽ കാണുന്ന ഈ വേദിയിൽ കോഴിക്കോട് കുറ്റിച്ചിറയിൽ നടന്ന മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിലാണ് മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ.എം. ഷാജി ആഞ്ഞടിച്ചത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ മുൻ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ എം.കെ. മുനീർ എം.എൽ.എയും ഈ വിഷയത്തിൽ മന്ത്രി അബ്ദുറഹ്മാനെതിരെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. കെ.എം. ഷാജി അബ്ദുറഹ്മാനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് കെ.എം. ഷാജിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്. അതായത് താനൂരിലെ ബോട്ട് ദുരന്തത്തിൽ 22 പേരുടെ മരണത്തിൽ എന്ത് ചെയ്തു എന്നാണ് താൻ അബ്ദുറഹ്മാനോട് ചോദിച്ചത്. എന്നാൽ അതിന് തന്റെ വീട്ടിൽ കയറി തല്ലും എന്ന രീതിയിലാണ് അബ്ദുറഹ്മാൻ മറുപടി പറഞ്ഞത്. പിണറായി വിജയൻ തന്റെ വീട്ടിൽ വന്നാലും അവർക്ക് കട്ടൻ ചായ വെച്ചു കൊടുക്കും, എന്നാൽ അബ്ദുറഹ്മാൻ എന്റെ വീട്ടിലേക്ക് വരണ്ട. താനൂരിലെ 22 പേരുടെ ചോരക്കറ കഴുകിക്കളഞ്ഞ് മാത്രം അബ്ദുറഹ്മാൻ തന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. പൈസ കണ്ടാൽ മുട്ടുവിറയ്ക്കുന്ന ആളുകളെ, അതായത് പൈസ കണ്ടാൽ മുട്ടുവിറയ്ക്കുന്ന സഖാക്കളെ അബ്ദുറഹ്മാൻ കണ്ടിട്ടുള്ളൂ. തന്നെ പേടിപ്പിക്കാമെന്ന് അബ്ദുറഹ്മാൻ വിചാരിക്കേണ്ടെന്ന് മന്ത്രിക്കെതിരെ കെ.എം. ഷാജി വ്യക്തമാക്കുന്നു. മാത്രമല്ല, പ്രധാനമായും 4 ചോദ്യങ്ങൾ കൂടി കെ.എം. ഷാജി മന്ത്രി അബ്ദുറഹ്മാനോട് ഉന്നയിക്കുന്നുണ്ട്. അത് ബോട്ടുടമ നാസറിനെ അബ്ദുറഹ്മാന് അറിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, ബോട്ട് രൂപമാറ്റം ചെയ്തത് അബ്ദുറഹ്മാൻ അറിയില്ലേ എന്ന് കെ.എം. ഷാജി ചോദിക്കുന്നു. വേറൊന്ന്, ബോട്ടിനെ കുറിച്ച് നാട്ടുകാർ അബ്ദുറഹ്മാന് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ? അതിനെക്കുറിച്ച് പരാതി ഉന്നയിച്ചയാളോട് താൻ ആരാ എന്ന് പറഞ്ഞ് മന്ത്രി തട്ടിക്കയറിയിരുന്നില്ലേ? തുടങ്ങിയ ചോദ്യങ്ങളാണ് കെ.എം. ഷാജി ഉന്നയിച്ചത്. മാത്രമല്ല, ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് അബ്ദുറഹ്മാൻ മറുപടി പറഞ്ഞേ പറ്റൂ. ആ ഗുണ്ടായിസമൊന്നും തന്റെ അടുത്ത് വേണ്ട എന്ന് ഈ അബ്ദുറഹ്മാനോട് കെ.എം. ഷാജി പറയുന്നു. മന്ത്രി റിയാസും ഇക്കാര്യത്തിൽ ഉത്തരം പറയണം. അബ്ദുറഹ്മാനും റിയാസും ലീഗ് വെറുപ്പും പറഞ്ഞ് ആളുകളുടെ ശ്രദ്ധ മാറ്റിയത് കൊണ്ട് കാര്യമില്ലെന്നും കെ.എം. ഷാജി ഇതേ വേദിയിൽ അല്പം മുൻപ് പറയുകയുണ്ടായി. മാത്രമല്ല, ഡോക്ടർ എം.കെ. മുനീറും ഈ മന്ത്രി അബ്ദുറഹ്മാനെതിരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ അബ്ദുറഹ്മാൻ പ്രധാനമായും എന്ത് അർത്ഥത്തിലാണ് കെ.എം. ഷാജിക്കെതിരെ വീട്ടിൽ കയറി തല്ലും എന്നൊക്കെ പറഞ്ഞത് എന്നാണ് ഡോക്ടർ എം.കെ. മുനീർ ചോദിക്കുന്നതുണ്ടായത്. ഈ പൊതുയോഗത്തിൽ വെച്ച് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഈ മന്ത്രി അബ്ദുറഹ്മാൻ ഇക്കാര്യത്തിൽ വിശദമായി മറുപടി പറയണം. CPM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴേക്കും തന്റെ വീട്ടിൽ കയറി തല്ലുമെന്ന് പറയുന്ന രീതിയിലേക്ക് അബ്ദുറഹ്മാൻ വളർന്നു എന്ന് കെ.എം. ഷാജി ചോദിക്കുന്നു. അത്തരം ഒരു നകളിപ്പ് വേണ്ട എന്നൊരു മുന്നറിയിപ്പ് മന്ത്രി അബ്ദുറഹ്മാന് കെ.എം. ഷാജി ഈ വേദിയിൽ വെച്ച് ഇന്ന് നൽകുകയുണ്ടായി. നാളെ ഒരുപക്ഷെ ഇതിന് മന്ത്രി അബ്ദുറഹ്മാൻ മറുപടി പറയാനുള്ള സാധ്യതകളും ഏറെയാണ്. ശ്രുതി, എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് കെ.എം. ഷാജി മന്ത്രി അബ്ദുറഹ്മാനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ബോട്ടുടമയുമായി മന്ത്രിക്ക് ബന്ധമുണ്ടെന്നുള്ള തരത്തിലുള്ള ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. അതായത് 22 പേരുടെ മരണത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ബോട്ടുടമ നാസറിനെ അബ്ദുറഹ്മാനെ അറിയുമോ എന്നും ബോട്ട് രൂപമാറ്റം ചെയ്തത് അബ്ദുറഹ്മാനെ അറിയില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് കെ.എം. ഷാജി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അബ്ദുറഹ്മാന്റെ പ്രതികരണം വരും ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോകാം.